നമ്മുടെ നാട്ടിൽ പലപ്പോഴും നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ വളരെ ഗൗരവമുള്ള സീരിയസ് ആയിട്ടുള്ള നിരവധി പ്രശ്നങ്ങളാണ് നമുക്ക് എല്ലാ ദിവസവും ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അപ്പം അങ്ങനെയൊക്കെ വളരെ വിരസമായി നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളെ ചിരിപ്പിക്കുന്ന രസിപ്പിക്കുന്ന ചില വാർത്തകളൊക്കെ കൂടി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് നമ്മുടെ ഒരു മൂവി റിവ്യൂവർ ആയിട്ടുള്ള ഒരാളുണ്ട്, അശ്വന്ത് കോക്ക് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ പുതിയൊരു കേസ് കൂടി വന്നേക്കാണ്. അദ്ദേഹം ഒരു സിനിമയുടെ കുറിച്ച് അഭിപ്രായം അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞത് തന്നെ 2,80,000 പേരെ ആകെ കേട്ടിട്ടുള്ളൂ. പക്ഷേ ആ 2,80,000 പേരും ഈ സിനിമ കാണേണ്ടിയിരുന്നതാണെന്നും അവരൊക്കെ തന്നെ അത് കാണാതായതുകൊണ്ട് വലിയ നഷ്ടമുണ്ടായെന്നും അങ്ങനെ കോടികളുടെ നഷ്ടമുണ്ടായെന്നും പറഞ്ഞുള്ള ഒരു പരാതിയാണ് അദ്ദേഹത്തിനെതിരെ കൊടുത്തിട്ടുള്ളത്. നേരത്തെയും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വിഷയം ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും. അംഗം അട്ടഹാസം എന്ന് പറയുന്ന ഒരു സിനിമയുടെ, ഒരു കൂതറ സിനിമയുടെ ഈ പറയുന്ന പോലെ പ്രൊഡ്യൂസറൊക്കെ വന്ന് 1.5 മണിക്കൂർ 2 മണിക്കൂർ വലിയ പത്രസമ്മേളനം വിളിച്ചിരുന്നു. ആ പത്രസമ്മേളനം ശരിക്കും രസകരമായിരുന്നു, പക്ഷേ സിനിമ വളരെ ബോറായിരുന്നു എന്നുള്ളത് ആദ്യം തന്നെ പറഞ്ഞോട്ടെ. അപ്പോൾ അത് മാധവ് സുരേഷ്, അതായത് സുരേഷ് ഗോപിയുടെ മകനായിട്ടുള്ള മാധവ് സുരേഷ് അഭിനയിച്ചിട്ടുള്ള സിനിമയായിരുന്നു. അപ്പോൾ അതിലും ഇതുപോലെ തന്നെ അശ്വന്ത് കോക്ക് വന്ന് 1,00,000 രൂപ മേടിച്ചു, ചോദിച്ചു. പക്ഷെ അത് കൊടുക്കാത്തതുകൊണ്ടാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത്തവണ എന്താണെങ്കിലും എനിക്കാണോ ഇതുകൊണ്ട് പേടിച്ചിട്ടാണോ എന്നറിയില്ല, നമ്മുടെ അശ്വന്ത് കോക്ക് 1,00,000 രൂപ ചോദിച്ചു എന്ന് പറഞ്ഞ കാര്യം ഒരു ഉന്നയിച്ചിട്ടില്ല. അന്ന് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിരുന്നു, അശ്വന്ത് കോക്ക് 1,00,000 രൂപ മേടിച്ചാലും ഇല്ലെങ്കിലും കൈ കാശുണ്ടെങ്കിൽ അവർക്ക് അത്രയും കാശ് തിരിച്ചു കൊടുക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു അശ്വന്ത് കോക്കിനോട്. കാരണം അവർ വലിയ ബുദ്ധിമുട്ടിലും ഗതികേട്ടിലും ആയിരിക്കും. ഏറ്റവും കുറഞ്ഞത് ആ ഇൻ്റർവ്യൂ, അതായത് പത്രസമ്മേളനം നടത്തുമ്പോൾ തന്നെ നമ്മളത് തിരിച്ചു കണ്ടാൽ പോലും നമ്മൾ വേണമെങ്കിൽ 250 രൂപ തിരിച്ചു കൊടുക്കാവുന്നതാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ വിഷയത്തിലേക്ക് വരാം. ഈ വിഷയം ഇപ്പോൾ പുതിയതായിട്ടൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ആ സിനിമയുടെ പോസ്റ്ററിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ധ്യാൻ ശ്രീനിവാസനാണ്. ധ്യാൻ ശ്രീനിവാസൻ ഈ കേരളത്തോടും അതുപോലെ സിനിമകളോടും ഒക്കെ വലിയ ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഞാൻ പറയും. ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകളൊന്നും ഇഷ്ടമല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളൊക്കെ ഇഷ്ടമാണ്. കാരണം വളരെ കൃത്യമായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് ഇൻ്റർവ്യൂകളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. മനസ്സിലായോ? ചില വളിപ്പൻ കോമഡികളൊക്കെ അടക്കം അദ്ദേഹം അടിക്കാറുണ്ട്. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടിട്ടുള്ളത്, അദ്ദേഹം പറയുന്നൊരു വാചകം, മറ്റേ നമ്മുടെ ബേസിൽ അദ്ദേഹം താമസിക്കുന്ന എന്തോ 1000 സ്ക്വയർ ഫീറ്റിലുള്ള വീട്ടിലാണ്, അത് 200, ഞാൻ താമസിക്കുന്ന 7000 സ്ക്വയർ ഫീറ്റുള്ള വീട്ടിലാണ്, എൻ്റെ അച്ഛൻ പണിത വീടാണ്, അത് എനിക്ക് കുറച്ച് കഴിയുമ്പോൾ അച്ഛൻ തരുമെന്നും, പിന്നെ ബേസിൽ താമസിക്കുന്ന 1000 സ്ക്വയർ ഫീറ്റുള്ള വീടാണെന്നും 1000 സ്ക്വയർ ഫീറ്റുള്ള വീട്ടിൽ 200 സ്ക്വയർ ഫീറ്റ് ബാത്റൂമാണെന്നും ബാക്കി 800 സ്ക്വയർ ഫീറ്റിലാണ് താമസിക്കുന്നതെന്നും ഒക്കെ പറഞ്ഞൊരു കളിയാക്കലുണ്ട്. അതൊന്നും ഒരു കോമഡി ആയിട്ട് എനിക്ക് തോന്നിയില്ല. അതൊക്കെ 600-800 വീട്ടിലൊക്കെ താമസിക്കാൻ പറ്റുന്ന ആളുകളെ അധിക്ഷേപിക്കുന്നതായിട്ട് കൂടിയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ പുള്ളി ധ്യാൻ ശ്രീനിവാസനാണ് ഇത് പറയുന്നതെന്നുള്ളതുകൊണ്ടും അദ്ദേഹം ഇവരുടെ ഒരു ഇഷ്ട കഥാപാത്രമാണ് യൂട്യൂബേഴ്സിൻ്റെ എന്നുള്ളതുകൊണ്ടും ആരും ഇതൊന്നും വിവാദമാക്കില്ല. പക്ഷേ ബാക്കി കാര്യങ്ങളിലൊക്കെ അദ്ദേഹം തുറന്നു പറയുന്നതൊക്കെ നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ചില വെളിവില്ലാത്ത പരാമർശങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. പിന്നെ അദ്ദേഹം മലയാള സിനിമയോട് ചെയ്യുന്ന ദ്രോഹം എന്താണെന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ പണ്ട് ശ്രീനിവാസൻ പറഞ്ഞിട്ടുള്ളൊരു ഡയലോഗുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ വലിയ പ്രതിഭയായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാലോ. നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യരായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു വാചകം, ഞാൻ ചെയ്യാത്ത 250 സിനിമകളാണ് എൻ്റെ കേരളത്തോട്, മലയാള സിനിമയോടുള്ള എൻ്റെ സംഭാവന എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം പലർക്കും മനസ്സിലായിട്ടില്ല. ഒരിക്കലും എം വി നികേഷ് കുമാർ തന്നെ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ആ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ഞാൻ അറിയാതെ പറഞ്ഞു, ഏതാണ് നിർത്തിക്കൊന്നു തോന്നി. കാരണം അതിന് മറുപടി പറഞ്ഞ് അദ്ദേഹത്തിന് മടുത്തായിരുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ച ഇത്രേ ഉള്ളൂ, വളരെ മോശപ്പെട്ട സ്ക്രിപ്റ്റുകളുമായി നിരവധി ആളുകൾ അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ടെന്നും അത്തരത്തിൽ വൃത്തികെട്ട മോശപ്പെട്ട സിനിമകൾ ഇദ്ദേഹം ചെയ്യാറില്ലെന്നും അത് കേരള സിനിമയ്ക്ക് ചെയ്ത വലിയ ഗുണമാണെന്നുമാണ്. പക്ഷേ അതേ ശ്രീനിവാസൻ തന്നെ ധ്യാൻ ശ്രീനിവാസനോട് ഒരിക്കൽ പറഞ്ഞിരുന്നു, ആ സിനിമകളാണ് ഇപ്പോൾ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ അങ്ങനെ അദ്ദേഹം മലയാള സിനിമയ്ക്ക് ചെയ്ത ഗുണം ഇപ്പോൾ ദ്രോഹമായിട്ട് വിനീത് ശ്രീനിവാസൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളൊരു സിനിമയാണ് യഥാർത്ഥത്തിൽ സീക്രട്ട് ഓഫ് കലിംഗ എന്നാണ്. ഇതിൻ്റെ റിവ്യൂ ഒക്കെ കണ്ടു നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, റിവ്യൂ ഒന്നും മുഴുവൻ വിശ്വസിക്കാൻ പറ്റില്ലെങ്കിലും ഞാൻ അവരുടെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. കൂടാതെ ഇതിനെക്കുറിച്ച് നല്ലത് പറയാൻ വേണ്ടി വന്നിട്ടുള്ള ന്യൂസ് 18 അവതാരകനുണ്ട്. നേരത്തെ മറുനാടനിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നൊരു പയ്യനാണ്. ആ പയ്യനൊക്കെ വന്നിട്ടും നല്ലതാണ്, ഇത് മറ്റേ കോക്ക് ചെയ്യുന്നത് മോശമാണ്, അശ്വന്ത് കോക്ക് ചെയ്യുന്നത് മോശമാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയും പറയുന്നത് സിനിമ ബോറാണ്, വളരെ മോശമാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത് സീക്രട്ട് ഓഫ് കലിംഗ എന്ന് പറയുന്ന ഒരു സിനിമയാണ്. ആ സിനിമയെക്കുറിച്ച് ഇപ്പോൾ ഈ പറയുന്ന ബഷീർ വരന്തരപ്പള്ളി എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. ഇവരുടെയൊക്കെ കയ്യിൽ എങ്ങനെ ഇത്ര കാശ് വരുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഒരു ബുദ്ധിയില്ലാത്ത ആളായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഈ കഥയൊക്കെ കേട്ടിട്ട് ഇത് സിനിമ എടുക്കാനൊരു സാധ്യതയില്ല.
അപ്പോൾ ആ സിനിമ ഇപ്പം 130 തിയേറ്ററുകളിലാണ് അത് റിലീസ് ചെയ്തത്. പെട്ടെന്ന് തന്നെ തിയേറ്ററുകൾ മാറിയിട്ടുണ്ടാവും എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം എന്ന് വെച്ചാൽ ആ തിയേറ്ററിലെ സ്റ്റാഫ് പോലും അത് കണ്ടിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സിനിമയിൽ ധ്യാൻ ശ്രീനിവാസനും അതുപോലെ അൽത്താഫ് സലീമും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇതിലെ മെയിൻ നടൻ എന്ന് പറയുന്നത് സനീഷ് ഉണ്ണികൃഷ്ണനാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ കഥ എഴുതിയവരിൽ ഒരാൾ. കൂടാതെ ഡയറക്ഷനും അദ്ദേഹമാണ്. ബാലചന്ദ്ര മേനോനെ പോലെ പാട്ട് എഴുതിയിട്ടില്ല, ഇനി ഗതാഗതവും കൂടി അദ്ദേഹം നോക്കിയിട്ടില്ല എന്ന് പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അപ്പോൾ ഈ സിനിമയിലെ കഥ ഈ യൂട്യൂബേഴ്സ് പറഞ്ഞ അനുസരിച്ച് ഇത് വനമേഖലയിൽ കൊണ്ടുപോയിട്ടൊരു കോളേജ് വെച്ചേക്കാണ്. സാധാരണ കോളേജൊക്കെ നോക്കുമ്പോൾ അടുത്ത് പെട്ടിക്കടകളോ സ്ഥലങ്ങളോ ഒക്കെ ഉണ്ടാവും. ഇതങ്ങനെയൊന്നുമില്ല. മന്ദാകിനി കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വെച്ചേക്കാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു കുടുങ്ങിക്കിടന്ന ഒരു പുരാതന ശാപം കുടുങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ മന്ദാകിനി എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരി മരിച്ചുപോയിട്ട്. പുള്ളിക്കാരിയുടെ ഹോബി എന്ന് പറയുന്നത് അങ്ങോട്ട് വരുന്ന ആളുകളുടെയൊക്കെ കണ്ണിലെ കൃഷ്ണമണി ഇല്ലാതാക്കും. അപ്പോൾ പിന്നെ വെള്ളക്കണ്ണുകളായിരിക്കും, വൈറ്റ് ആയിട്ടുള്ള കണ്ണുകളായിരിക്കും. കൂടാതെ കിണറ്റി ചാടിക്കും എന്നുള്ളതാണ് അശ്വന്ത് കോക്കൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ വളരെ വെറൈറ്റി ഉള്ളൊരു കഥയാണ്. അതിരപ്പള്ളി മേഖലയിലാണ് ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. മന്ദാകിനി കാടെന്ന് പറഞ്ഞൊരു നിരോധിത വനമേഖലയിലാണ് കോളേജ് തന്നെ കൊണ്ട് വെച്ചേക്കുന്നത് കേട്ടോ. അത് തന്നെ വളരെ ഗംഭീരമായിട്ടുള്ളൊരു സീനാണ്. കാരണം ഇത്തരത്തിലുള്ളൊരു ക്യാമ്പസ് ചെയ്യാനാണ്. ഇതിലെനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് അശ്വന്ത് കോക്ക് പറഞ്ഞൊരു വാചകം, ഈ നായകൻ സനീഷ് ഉണ്ണികൃഷ്ണൻ നേരത്തെ തന്നെ കയറി ഈ കോളേജിലുള്ള സീനുകളൊക്കെ തന്നെ എടുത്ത് തീർത്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് പറ്റിയേക്കുന്ന കാര്യം എന്ന് വെച്ചാൽ പിന്നീട് വിനീത് മറ്റേ ധ്യാൻ ശ്രീനിവാസനൊക്കെ വന്നതിന് ശേഷമാണ് വീട്ടിലുള്ള സീനുകൾ എടുക്കുന്നത്. അപ്പോൾ വീട്ടിലുള്ള സീനുകളൊക്കെ എടുക്കുമ്പോഴേക്കും എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് താടിയില്ല, കാരണം ക്ലീൻ ഷേവാണ്. അന്നേരം താടിയില്ലാത്ത ഈ പറയുന്ന സനീഷ് ഉണ്ണികൃഷ്ണനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇദ്ദേഹം കോളേജിലെത്തുമ്പോൾ, അതായത് 1 മണിക്കൂർ യാത്ര ചെയ്ത് എനിക്കൊന്ന് അരമണിക്കൂറോ 1 മണിക്കൂറോ യാത്ര ചെയ്ത് കോളേജിലെത്തിക്കഴിയുമ്പോൾ ഇദ്ദേഹത്തിന് താടിയുണ്ട്. അപ്പോൾ ഈ അശ്വന്ത് കോക്കിന് ഇത് ഒരേ ആളുകളാണെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റില്ലെന്നാണ്. നിങ്ങളിതൊക്കെ കണ്ട് പഠിക്കേണ്ടതാണ് സനീഷ് ഉണ്ണികൃഷ്ണൻ എന്നൊക്കെ ഞാൻ പറയും. കാരണം നമ്മുടെ മറ്റേ ഇയാളുടെ മകനുണ്ടല്ലോ, നമ്മുടെ അവൻ്റെ കണ്ടിന്യൂവേഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ പുലിവാലും പ്രശ്നങ്ങളൊക്കെയാണ് പല നിർമ്മാതാക്കളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഷെയ്ൻ നിഗത്തിൻ്റെ കാര്യത്തിൽ ഷെയ്ൻ നിഗം ഒരു തവണ മുടി വെട്ടിയിട്ട് വന്നു എന്നൊക്കെ പറഞ്ഞ് കണ്ടിന്യൂവേഷൻ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സനീഷയെ കണ്ടുപഠിക്കണം. അതായത് കോളേജിലേക്ക് ഇറങ്ങുമ്പോൾ താടിയില്ല, ക്ലീൻ ഷേവ്, കോളേജിലെത്തുമ്പോൾ താടി, അങ്ങനെ വരെ അഭിനയിക്കാം എന്ന് നമുക്ക് കാണിച്ചു തന്ന ഒരു മഹാപ്രതിഭയാണ് ഈ പാവം പിടിച്ച സനീഷ് ഉണ്ണികൃഷ്ണൻ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഈ സനീഷ് ഇതുപോലെ നായകനായിട്ട് അഭിനയിച്ചു. റൈറ്ററാണ്, പ്രൊഡ്യൂസർ ഞാൻ പറഞ്ഞല്ലോ ബഷീർ വരന്തരപ്പള്ളിയാണ്. ഈ ബഷീർ വരന്തരപ്പള്ളിയാണ് ഇപ്പോൾ മറ്റേ വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടൊരു പരാതി കൊടുത്തേക്കണത്. എന്ത് പോലീസുകാരെന്ത് ചെയ്യാനാണ്, അവർ പാവം ഇത് വായിച്ചിരിക്കാം എന്നല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഈ മറ്റേ അശ്വന്ത് കോക്കിനെ പിടിച്ച് ജയിലിലിടാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് ആ കഥയുടെ ചുരുക്കം. ഇനി ഏറ്റവും വലിയ തമാശ, ഇതിൽ കുറേ നടികളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അവർ റിയാസ് ഖാൻ, മാളവിക മേനോൻ, ലക്ഷ്മി നന്ദൻ, ഗൗരി നന്ദൻ, അതുപോലെ മെറീന മൈക്കിൾ, ഇവരൊക്കെയാണ് അഭിനയിച്ചിട്ടുള്ളത്. ഇവരൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലമായിട്ട് ഇവർ അഭിനയിക്കുന്നു. അതിനുശേഷം ശരിക്കും പിന്നീട് ഈ പറയുന്ന പ്രായമായിട്ടുള്ള ആളുകളുമായിട്ട് ഒരു കോളേജിലേക്ക് എത്തുന്നു. അപ്പോൾ സാരി ഉടുത്ത് തന്നെ കോളേജിൽ പോകണം എന്ന് തോന്നുന്നു, സാരി ഉടുത്ത് കോളേജിൽ പോകുന്നു എന്നൊക്കെയാണ്. അവിടെയൊക്കെ ഈ അശ്വന്ത് കോക്ക് ചെയ്തേക്കുന്ന റിവ്യൂവിൽ ഒരു വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങളുണ്ട് എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനൊന്നും നമ്മൾ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പോലും ഇപ്പോൾ നിങ്ങളോട് അത്തരം കാര്യങ്ങളൊന്നും ഓപ്പണായിട്ട് പറയാത്തത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, എൻ്റെ പൊന്നു ബഷീർ വരന്തരപ്പള്ളി, താങ്കൾ ഇനി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് അശ്വന്ത് കോക്ക് റിവ്യൂ ചെയ്തുകൊണ്ടാണ് ഈ പടം പൊട്ടിയതെന്നൊന്നും പറയരുത്. സത്യത്തിൽ ഞാൻ പറയുന്നത്, അശ്വന്ത് കോക്കിനെ വിളിച്ചിട്ട് അവിടെ കൈ കാശുണ്ടെങ്കിൽ ആ തൃശ്ശൂർ തന്നെ വിളിച്ചു വരുത്തിയിട്ടോ, അല്ലെങ്കിൽ കോഴിക്കോടൊക്കെ ജോയ്സ് പാലസിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ താജിലോ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടോ ട്രീറ്റ് കൊടുക്കണം. കാരണം ഈ അശ്വന്ത് കോക്കൊക്കെ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. ഇനി അശ്വന്ത് കോക്കൊക്കെ ഇത് കാണാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഈ സനീഷ് ഉണ്ണികൃഷ്ണൻ തന്നെ ഈ അശ്വന്ത് കോക്കിന് അതുപോലെ തന്നെ പല ആളുകൾക്കും നമ്മുടെ ഒരു സീക്രട്ട് ഏജൻറ്റ് എന്തൊക്കെ വിളിക്കുന്ന ഒരു പുള്ളി, ബിഗ് ബോസിലൊക്കെ വന്നിട്ടുള്ള പുള്ളി അടക്കമുള്ള നിരവധി പേരെ വിളിച്ചുകൊണ്ട് എന്ത് ചെയ്തിരുന്നു, സിനിമ കാണാതിരിക്കില്ലേ പ്ലീസ്, എന്നിട്ട് മോശമാണെങ്കിലും നല്ലതാണെങ്കിലും പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞ്, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ കാലെ കെട്ടിവെച്ച് പൂച്ചയെ കളിപ്പിച്ച് കടി മേടിച്ചു എന്ന് കേട്ടിട്ടേ ഉള്ളൂ. അതേപോലെ തന്നെ വായിൽ എന്ത് ചെയ്തു, തിരികെ കയറ്റിയിട്ട് കടി മേടിച്ച അവസ്ഥയാണുള്ളത്. എന്തിനീ പണിക്ക് നിന്നു എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇനി ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിലെ പാട്ടുകൾ എഴുതിയേക്കണത് ആരാണെന്ന് അറിയില്ല. പക്ഷേ അശ്വന്ത് കോക്ക് പറയുന്നത് ശരിയാണെങ്കിൽ വാവേ വാവേ ആരാച്ചാരെ എന്നൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു.
അത് രാവേ രാവേ ആരാച്ചാര എന്നൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നത്. അത് എന്ത് പാട്ടാണ് എന്ത് ലൈനാണെന്നൊന്നും അറിയില്ല. പിന്നെ ഈ സിനിമയിൽ ഇനി ലൈനും പാട്ടും ഒന്നും നമ്മൾ നോക്കി വരുന്ന സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ സിനിമയിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. AI ഉപയോഗിച്ചിട്ടുണ്ട്. നിരവധി സ്ഥലങ്ങളിൽ AI ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് മറ്റേ സിനിമയിൽ തന്നെ പ്രോപ്പറായിട്ടുള്ള സീനുകൾ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അതൊക്കെ AI ആയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ധ്യാൻ ശ്രീനിവാസനാണ് മൂത്ത ചേട്ടൻ. പുള്ളിയൊരു മറ്റേ സ്ഥലത്ത് അവിടെ ഇരിക്കുന്ന സീനുകൾ മാത്രമേ ഉള്ളൂ. അൽതാഫ് സലീമാണ് രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ അനിയൻ. മൂന്നാമത്തെ അനിയനായിട്ടാണ് സനീഷ് ഉണ്ണികൃഷ്ണൻ അഭിനയിക്കുന്നത്. പിന്നെ ലവ് ഉണ്ട്, ആക്ഷനുണ്ട്, അതുപോലെ തന്നെ ഹൊറർ മൂവിയാണ്. ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഹൊററായി അനുഭവപ്പെട്ടത് ഒരൊറ്റയാൾക്ക് മാത്രമാണ്. അത് പാവം പിടിച്ച ബഷീർ വരന്തരപ്പള്ളിക്കാണ് എന്നുള്ളത് പറഞ്ഞോട്ടെ. ഇനി വെറുതെ ആ മഷിയും പെൻസിലും പേനയും അതുപോലെ പേപ്പറും ഒക്കെ മേടിച്ച് ആ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി ഒരു സമയവും കളയേണ്ട. ഒരൊറ്റ കാര്യം ഭാഗ്യമാണെന്ന് വിചാരിച്ചാൽ മതി. അത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. സെക്കൻഡ് പാർട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഥ കൊണ്ടുവന്ന് അവസാനിപ്പിച്ച് അതിൽ കാശ് പോയില്ലല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിക്കാനുള്ള ഒരു കാരണം നിങ്ങൾ കണ്ടെത്തൂ. സൈക്കിൾ അഗർബത്തിയിൽ പറയുന്ന പോലെ സന്തോഷിക്കാൻ എല്ലാവർക്കും ഒരേ കാരണമുണ്ട്. രണ്ടാമത്തെ പാർട്ട് എടുക്കേണ്ടി വന്നില്ലല്ലോ എന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം ഈ സനീഷ് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന പയ്യനൊരു പാവമാണെന്നാണ് കണ്ടിട്ട് പോകുന്നത്. അവൻ വന്ന് അവൻ്റെ ജീവിതം പോയി, അത് പോയി, ഇത് പോയി എന്നൊക്കെ പറയാണ്. അതിൽ കോക്ക് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇവനൊക്കെ എങ്ങനെ ഇത് ഈ പ്രൊഡ്യൂസറെ കൺവിൻസ് ചെയ്തു, അത് തന്നെ ഒരു അത്ഭുതമായിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് അവൻ്റെ ജീവിതം പോയി, അല്ലെങ്കിൽ ഇത് വലിയ തോതിൽ ഹൈപ്പ് കിട്ടേണ്ട സിനിമയായിരുന്നു എന്നൊക്കെയാണ് അവനിപ്പോഴും വിശ്വസിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ പക്ഷം ഇനി നായകനായിട്ട് തുടർന്ന് അഭിനയിക്കാമെന്നുള്ളതായിരുന്നു അവൻ്റെ പ്രതീക്ഷ. ആ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്തായിരിക്കുന്നു. പക്ഷേ സനീഷ് ഉണ്ണികൃഷ്ണനോട് എനിക്ക് പറയാനുള്ളത്, കടുങ്കൈയൊന്നും ചെയ്യരുത്, വീണ്ടും തുടരുക, പരാജയങ്ങളിൽ നമ്മൾ പഠിക്കാം. ഫഹദ് ഫാസിൽ ഏറ്റവും ആദ്യം അഭിനയിച്ച സിനിമയിലും പുള്ളിയുടെ പിതാവ് എടുത്തിട്ടും വലിയ രക്ഷപ്പെട്ടില്ല, നല്ല അഭിനയമൊന്നും ആയിരുന്നില്ല. പക്ഷേ ഇനിയും ഉയർന്നു വരാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് ഒരു സമാധാനത്തിന് വേണ്ടി വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വെറുതെ അശ്വന്ത് കോക്കിൻ്റെയൊക്കെ പുറകെ നടന്ന് സമയം കളയണ്ട. ടോപ്പിക്ക് കഴിഞ്ഞു. ഇനി താല്പര്യമുള്ളവർ കേട്ടാൽ മതി. നമ്മുടെ അടുത്തൊരു ചാനലുണ്ട് എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി പറയാം. പൊതുബോധത്തിനും അപ്പുറം രതീഷ് ചക്രപാണിയോടൊപ്പം എന്നാണ് ആ ചാനലിൻ്റെ പേര്. അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യണമെങ്കിൽ BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. അതിൻ്റെ മീനിങ് ഇത് തന്നെയാണ്, ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ്, പൊതുബോധത്തിനൊപ്പം രതീഷ് ചക്രപാണിയോടൊപ്പം എന്നാണ്. അപ്പോൾ അതിലൊരു പുതിയ പോഡ്കാസ്റ്റ് നമ്മളിപ്പോൾ 2 ദിവസത്തിനകം തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എഡിറ്റിംഗ് തീരാനുള്ളൂ. അപ്പോൾ അങ്ങനെ അത് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആ BCC വിത്ത് രതീഷ് ചക്രപാണി എന്ന് പറയുന്ന ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. കൂടാതെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്ന് താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ ചാനലിൽ നിങ്ങളുടെ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. 1 മുതൽ 6 വരെയുള്ള ലെവലുകളുണ്ട്. മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ബെനിഫിറ്റ് ഒന്നുമില്ല. ചില വീഡിയോകൾ നേരത്തെ കാണാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത് വെച്ചേക്കുന്നത്. ഈ പോഡ്കാസ്റ്റുകൾ എടുക്കുന്ന ചാനലൊക്കെ തന്നെ പോഡ്കാസ്റ്റുകളൊക്കെ എടുക്കുന്നത് വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് വളരെ ആവശ്യമുള്ളത് കൊണ്ടാണ് അത് നമ്മൾ നിങ്ങളോട് പറയുന്നത് തന്നെ, അങ്ങനെ ഓപ്ഷൻ തന്നെ വെച്ചേക്കുന്നത്. കൂടാതെ നേരിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവർക്ക് വേണ്ടി നമ്മുടെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും കൂടി താഴെ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി. അത് ചെയ്യാൻ കഴിയാത്തവരെ അതോർത്ത് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ നമ്മുടെ വീഡിയോകൾ കണ്ടുകൊണ്ടും അതുപോലെ തന്നെ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ടും തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വരാൻ പോകുന്ന ഒരു പോഡ്കാസ്റ്റ് BCC വിത്ത് രതീഷ് ചക്രപാണിയിൽ വളരെ നിർണായകമായിട്ടുള്ളൊരു പോഡ്കാസ്റ്റാണ്. ഒരുപക്ഷെ കേരളത്തിൽ എങ്ങനെയാണ് VD സതീശൻ ഗവൺമെൻറ് അധികാരത്തിലേക്ക് കയറിയെന്നും അതിൽ എന്തായിരുന്നു മുസ്ലിം ലീഗിൻ്റെ റോൾ എന്നുള്ളതുമൊക്കെ ആരും പറയാത്ത വളരെ നടുക്കുന്ന ഞെട്ടിക്കുന്ന വിശദാംശങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും അത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും കാത്തിരിക്കുന്നവർ BCC വിത്ത് രതീഷ് ചക്രപാണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാകാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ.